ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 11 തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഷാജി എൻ കരുൺ ചോസൺ ഫോർ JC Daniel Award. Eminent filmmaker Shaji N. Karun has been selected for the JC Daniel Award for 2023, recognizing his lifetime contribution to Malayalam cinema. അപ്പോൾ ഫിലിം മേക്കറായ ഷാജി എൻ കരുണാണ് JC Daniel അവാർഡ് ഫോർ 2023 ആയിട്ട് സെലക്ട് ആയിരിക്കുന്നത്. ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ, മലയാളം സിനിമയ്ക്കുള്ള ലൈഫ് ടൈം കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു അവാർഡ് കൊടുത്തത്. ദ അവാർഡ്, ദ ഹയസ്റ്റ് ഓണർ ഇൻ മലയാളം സിനിമ, ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇൻക്ലൂഡ്സ് എ ക്യാഷ് പ്രൈസ് ഓഫ് 5 lakh rupees, എ സൈറ്റേഷൻ ആൻഡ് എ സ്റ്റാറ്റ്യൂ. അപ്പോൾ ഈ അവാർഡിൽ 5 ലക്ഷം രൂപയും സൈറ്റേഷനും സ്റ്റാറ്റ്യൂ ആണ് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ട്രായ്, അതായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, റിലീസസ് റെക്കമെൻഡേഷൻസ് ഓൺ ദ ഡെഫിനിഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രാഫിക്. അപ്പോൾ ട്രായ് റെക്കമെൻഡേഷൻസ് ഓൺ ഡെഫിനിഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രാഫിക് റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ദ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ റിലീസ്ഡ് ദ റെക്കമെൻഡേഷൻസ് ഓൺ ദ ഡെഫിനിഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രാഫിക്. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ്, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, through a reference dated 30th August 2022, requested TRAI to submit recommendations under section 11(1)(a) of the TRAI Act 1997 as amended on the definition of international SMS and domestic SMS. In this regard, a consultation paper on definition of international traffic was released on 2/5/2023 for soliciting comments and counter comments of stakeholders. In response, 20 stakeholders submitted their comments and 7 stakeholders furnished their counter comments. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രാഫിക്കിനുള്ള ഇത് കൊടുത്തിരിക്കുകയാണ്, അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുകയാണ് ട്രായ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും വായിച്ച് നോക്കാം. ഇൻഫർമേഷൻ പർപ്പസിന് എല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് വായിക്കാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Ministry of Environment, Forest and Climate Change facilitates landmark agreements to advance a circular economy and waste management. അപ്പോൾ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഫെസിലിറ്റേറ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് ലാൻഡ്മാർക്ക് എഗ്രിമെൻറ്റ്സ് ടു അഡ്വാൻസ് സർക്കുലർ എക്കണോമി ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് ഫെസിലിറ്റേറ്റഡ് the signing of a significant memorandum of understanding between the Government of Telangana and Council of Scientific and Industrial Research, New Delhi, alongside agreements between CSIR and leading recyclers. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതും കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 10th December ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഈസ് ഒബ്സർവ്ഡ് ആനുവലി അറൌണ്ട് ദ വേൾഡ് ഓൺ 10th December. ഇറ്റ് കൊമമറേറ്റ്സ് ദ ആനിവേഴ്സറി ഓഫ് വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഗ്ലോബൽ പ്ലെഡ്ജസ്, ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. This landmark document enshrines the inalienable rights that everyone is entitled to as a human being, regardless of race, colors, religion, sex and language, or other opinion, national or social origin, property, birth or other status. The declaration was proclaimed by the United Nations General Assembly in Paris on December 10, 1948 and sets out for the first time fundamental human rights to be universally protected. അപ്പോൾ ഇതൊക്കെയാണ് യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വായിച്ചു. ഇനി ഈ വർഷത്തെ തീം 2024 ഹ്യൂമൻ റൈറ്റ്സ് ഡേയുടെ തീമാണ് അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ്സ് റൈസിംഗ് രാജസ്ഥാൻ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി റൈസിംഗ് രാജസ്ഥാൻ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റ് ഇനോഗ്രേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം.
India's CPI inflation likely to ease to 5.5% in November from 6.2% in October. മോർഗൻ സ്റ്റാൻലി. അപ്പോൾ ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ലൈക്ലി ടു ഈസ് കുറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5.5%ലേക്ക് കുറയും ഇൻ നവംബർ ഫ്രം 6.2% ഒക്ടോബറിൽ ഉണ്ടായിരുന്നു. അത് നവംബറിൽ 5.5% കുറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മോർഗൻ സ്റ്റാൻലിയാണ് ഇത് പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. CPI എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സഞ്ജയ് മൽഹോത്ര അപ്പോയിൻറ്റഡ് ആസ് ന്യൂ RBI ഗവർണർ. അപ്പോൾ സഞ്ജയ് മൽഹോത്ര ന്യൂ RBI ഗവർണറായിട്ട് അപ്പോയിൻ്റ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Stealth frigate INS Tushil commissioned into Indian Navy in Russia. അപ്പോൾ stealth frigate INS Tushil കമ്മീഷൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ നേവി ഇൻ റഷ്യയിലേക്ക്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. INS Tushil, the country's latest stealth missile frigate commissioned into the Indian Navy at the Yantar shipyard in Kaliningrad, Russia. In the presence of a Defense Minister Rajnath Singh, who described the warship as a proud testament to India's growing maritime might and a significant milestone in the long-standing friendship between the two countries. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെ കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. F1 Abu Dhabi Grand Prix 2024. Norris ends McLaren's long wait for Constructors' Championship. Hamilton fourth in final race. അപ്പോൾ F1 Abu Dhabi Grand Prix 2024. Norris ends McLaren long wait for Constructors' Championship. Hamilton fourth in race ആയി വന്നിരിക്കുകയാണ്. F1 Abu Dhabi Grand Prixൽ നോറിസ് ആണ്. നോറിസ് എൻസ് മെക്ലാറൻ്റെ അതായത് ആ സ്ട്രീക്ക് എൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോറിസ്. അപ്പോൾ ലാൻഡോ നോറിസ് ആണ് അബുദാബി ഗ്രാൻഡ് പ്രിക്സ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഫോർമർ കർണാടക ചീഫ് മിനിസ്റ്റർ SM കൃഷ്ണ പാസസ് അവേ അറ്റ് 92. 92 വയസ്സിൽ അന്തരിച്ചു. ഫോർമർ കർണാടക ചീഫ് മിനിസ്റ്റർ ആയിരുന്ന SM കൃഷ്ണ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിക്കാം. കൃഷ്ണ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ടൈം ആസ് കർണാടക ചീഫ് മിനിസ്റ്റർ. കൃഷ്ണ റിസൈൻഡ് ആസ് MLA. He was appointed as Maharashtra governor in 2004. In 1962, Krishna contested his first election from Madur and won as an independent. Krishna also represented Mandya in the Lok Sabha. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിതിൻ്റെ അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.